സാക്ഷര കേരളം, സാക്ഷര ഭൂമിക, കുട്ടികളെല്ലാവരും കളർഫുള്ളായി എന്നൊക്കെ അഭിമാനിച്ചു. പക്ഷേ ആ വാർത്തകൾക്ക് സമാന്തരമായി ദൃശ്യശ്രാവ്യ വാർത്താവിനിമയ മാധ്യമങ്ങളിൽ വന്ന ഒരു ക്രൂരമായ വിനോദം എത്ര മാതാപിതാക്കൾ ശ്രദ്ധിച്ചുവെന്നറിയില്ല. ആ ബാപ്പ ജീവിതത്തിൻ്റെ ആ തിരക്കിനിടയിൽ മോൻ A+ വാരിക്കൂട്ടാനുള്ള ആ തത്രപ്പാടിനിടയിൽ വാപ്പയാരാണെന്നും ഉമ്മയാരാണെന്നും മാതാപിതാക്കൾ ആരാണെന്നും ഈ സമൂഹത്തിലെ തൻ്റെ ഇടമെന്താണെന്നും തൻ്റെ ജന്മ ഉദ്ദേശ്യം എന്താണെന്നും പഠിപ്പിച്ചു കൊടുക്കാൻ വിട്ടുപോയി. മാതാപിതാക്കളുടെ ചുമലിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. കാരണം ധർമ്മബോധത്തിൻ്റെ ആദ്യ പാഠശാല ആ മാതാപിതാക്കളാണല്ലോ. ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന മനോഹരമായ ഗ്രന്ഥത്തിൻ്റെ ആമുഖ ഭാഗത്ത് തന്നെ കാണാം, ഇന്ന അവ്വല വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. മാതാപിതാക്കൾക്ക് ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം, മാതാപിതാക്കൾക്ക് ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം സ്കാരം കൊണ്ടുള്ള കൽപ്പനയോ ഹജ്ജ് കൊണ്ടുള്ള കൽപ്പനയോ നോമ്പ് കൊണ്ടുള്ള കൽപ്പനയോ അത്തരം സുഹൃതങ്ങളെ കൊണ്ട് കൽപ്പനയോ അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസൗന്ദര്യം. അല്ലാമ സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു ആ വരി വിശദീകരിച്ചുകൊണ്ട് എഴുതി വച്ചത് കാണാം. മാതാപിതാക്കളുടെ ചുമലിൽ ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ജീവിതം, അവിടുത്തെ കുടുംബ പരമ്പരയോടുള്ള സ്നേഹം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് രക്ഷിതാവിൻ്റെ ചുണ്ടിൽ നിന്ന് മക്കൾ പഠിച്ചെടുക്കണം, നുകർന്നെടുക്കണം. ഇന്നു പക്ഷേ രക്ഷിതാക്കൾ ദുനിയാവിൻ്റെ രക്ഷിതാക്കളായി നിബന്ധിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ദുനിയാവിൻ്റെ രക്ഷിതാക്കളായി നിബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ദുനിയാവിൻ്റെ രക്ഷിതാക്കളുടെ ചുണ്ടിൽ നിന്ന് ഉദ്ഗളിക്കുന്ന ഒരു സമവാക്യമുണ്ട്, മെറ്റീരിയൽ എഡ്യൂക്കേഷൻ പ്ലസ് ജോബ് പ്ലസ് സാലറി ഈക്വൽ ടു മിയർ എന്തൂസിയാസം. ഭൗതികമായ വിദ്യാഭ്യാസം, അതിലൂടെ നല്ല ജോലി, അതിലൂടെ നല്ല കാശ്, അതുവഴി കേവലമായ സന്തോഷം, കേവലമായ ആനന്ദം, കേവലമായ പരമാനന്ദം. ദുനിയാവിൻ്റെ രക്ഷിതാക്കൾ മക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമവാക്യമാണത്. അഥവാ ഈ ലോകത്ത് സന്തോഷിക്കണം, ഈ ലോകത്ത് ആഡംബരം വേണം, ഈ ലോകത്ത് സുഖാസ്വാദനം വേണം, ആഡംബരത്തിൻ്റെ വാഹനം, ആഡംബരത്തിൻ്റെ കൊട്ടാര സമാനമായ വീട്, ആഡംബരത്തിൻ്റെ ജീവിതം, അതിന് മക്കളെ കയ്യിൽ കാശ് വേണം, ആ കാശിന് നല്ല ജോലി വേണം, ആ ജോലിക്ക് ഭൗതികമായ വിദ്യാഭ്യാസം വേണം, ആ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ട്യൂഷൻ്റെ പേര് പറഞ്ഞോ, സ്പെഷ്യൽ ക്ലാസിൻ്റെ പേര് പറഞ്ഞോ, മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ, അതുപോലെ ധാർമ്മികമായ വിജ്ഞാനത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കാൻ ധൈര്യം കാണിക്കുന്ന ആധുനിക ലോകത്തെ രക്ഷിതാക്കളെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധർമ്മബോധം മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന മനോഹരമായ ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മളടങ്ങുന്ന മാതാപിതാക്കളുടെ ചുണ്ടിൽ നിന്ന് മക്കൾ കേൾക്കേണ്ട സമവാക്യം സ്പിരിച്വൽ എഡ്യൂക്കേഷൻ പ്ലസ് ഗുഡ് ലൈഫ് പ്ലസ് അവയർനെസ് പ്ലസ് റെസ്പോൺസിബിലിറ്റി ഈക്വൽ ടു എവർ എന്തൂസിയാസം. ആഖിറത്തെ ഓർമ്മിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ചുണ്ടിൽ നിന്ന് ഉദ്ഗളിക്കുന്ന നിറകളിക്കുന്ന മനോഹരമായ സമവാക്യമാണത്. അഥവാ ധാർമ്മികമായ ചുറ്റുപാട്, അതിലൂടെ നല്ല ജീവിതം, അതിലൂടെ ബോധമണ്ഡല വികാസം, അതുവഴി ഉത്തരവാദിത്വ നിർവഹണം, അതുവഴി നശിക്കാത്ത അഭംഗുരമായ അനശ്വരമായ ശാശ്വതമായ സന്തോഷം. ആഖിറത്തെ ഓർമ്മിപ്പിക്കുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളോട് പറയുന്നത്, മക്കളെ, പരലോകത്ത് സന്തോഷം വേണം, പരലോകത്ത് ആനന്ദം വേണം, പരലോകത്ത് ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണണം, പരലോകത്ത് അല്ലാഹുവിനെ ദർശിക്കണം. സാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് സഹവസിക്കാൻ കഴിയണം, സ്വർഗീയ ലോകത്ത് സഹവസിക്കാൻ കഴിയണം. അതിന് മക്കളെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അതിന്
നല്ല ബോധം വേണം, അതിന് നല്ല ജീവിതം വേണം, അതിന് ആത്മീയമായ വിദ്യാഭ്യാസത്തിൻ്റെ മധുരം വേണം, ധാർമ്മികമായ ചുറ്റുപാട് വേണം. ഇത് ധർമ്മബോധമുള്ള ഉഖ്റവിയായ ചിന്തയുള്ള മാതാപിതാക്കളുടെ ചുണ്ടിൽ നിന്ന് മക്കൾക്ക് കേൾക്കാൻ കഴിയുന്ന സമവാക്യമാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, SSLC ഫലപ്രഖ്യാപനം വന്നപ്പോൾ, +2വിൻ്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ നമ്മളെല്ലാവരും അഭിമാനിച്ചു. സാക്ഷര കേരളം, സാക്ഷര ഭൂമി, മക്കളെല്ലാവരും പിടുത്തം വിട്ടുപോയി, A+ വാരിക്കൂട്ടി കഠിനാധ്വാനം ചെയ്തു, അവർ അഭിമാനത്തിൻ്റെ കേദാരങ്ങളായി മാറി എന്നൊക്കെ നമ്മൾ അഭിമാനിച്ചു. SSLCയുടെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ 99.69% വിജയശതമാനം പ്രഖ്യാപിക്കപ്പെട്ടു. SSLC അതുപോലെ +2വിൻ്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ 78.69% വിജയശതമാനവും പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ എല്ലാവരും സാക്ഷര കേരളം, സാക്ഷര ഭൂമിക, കുട്ടികളെല്ലാവരും കളർഫുള്ളായി എന്നൊക്കെ അഭിമാനിച്ചു. പക്ഷേ ആ വാർത്തകൾക്ക് സമാന്തരമായി ദൃശ്യശ്രാവ്യ വാർത്താവിനിമയ മാധ്യമങ്ങളിൽ വന്ന ഒരു ക്രൂരമായ വിനോദം എത്ര മാതാപിതാക്കളെ ശ്രദ്ധിച്ചുവെന്നറിയില്ല. SSLCയുടെ ഫലപ്രഖ്യാപനം വന്ന അന്ന് ആ ഒരു ഗാംഭീര്യമുള്ള വാർത്തയുടെ നേരെ ചുവട്ടിൽ പാരലലായി സമാന്തരമായി വന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഒരു ക്രൂരമായ കലാവിനോദം. എന്താണത്? ഒരു ബാപ്പയെ കയറിൽ കെട്ടിയിട്ട് മകൻ തല്ലിക്കൊന്നു. ഒരു ബാപ്പയെ കയറിൽ കെട്ടിയിട്ട് മകൻ തല്ലിക്കൊന്നു. വാപ്പാൻ്റെ നെഞ്ചിൻ്റെ കൂട് തകർന്നു, വാപ്പാൻ്റെ ഇടുപ്പല്ല് തകർന്നു, വാപ്പാൻ്റെ വൃഷണത്തിനും കിഡ്നിക്കും ഗുരുതരമായ പരിക്കേറ്റു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇടുപ്പല്ല് തകർന്നതായി, നെഞ്ചിൻ കൂട് തകർന്നതായി, വൃഷണത്തിനും കിഡ്നിക്കും ഗുരുതരമായ പരിക്കേറ്റതായി റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും ചെയ്തു. A+ വാരിക്കൂട്ടാൻ വേണ്ടി ആ മോന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു എഞ്ചിനീയറോ മറ്റോ ആയ മകനാണ് ബാപ്പയെ കെട്ടിയിട്ട് തല്ലിക്കൊന്നത്. പക്ഷേ ആ ബാപ്പ ജീവിതത്തിൻ്റെ ആ തിരക്കിനിടയിൽ, മോൻ A+ വാരിക്കൂട്ടാനുള്ള ആ തത്രപ്പാടിനിടയിൽ വാപ്പയാരാണെന്നും ഉമ്മയാരാണെന്നും മാതാപിതാക്കൾ ആരാണെന്നും ഈ സമൂഹത്തിലെ തൻ്റെ ഇടമെന്താണെന്നും തൻ്റെ ജന്മ ഉദ്ദേശ്യം എന്താണെന്നും പഠിപ്പിച്ചു കൊടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ധാർമ്മികമായ വിദ്യാഭ്യാസത്തിലൂടെ, ശരീഅത്തിന്റെ വിജ്ഞാനത്തിലൂടെ, അത്യുന്നതമായ ഇൽമിലൂടെയാണ് മാതാപിതാക്കളെ തിരിച്ചറിയുന്നത്. ഇത് പറയുമ്പോൾ സയ്യിദ് അവറുകളെ പ്രത്യേകം ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അവരുടെ മക്കളുടെ ഗുരുനാഥൻ ഈ സദസ്സിലുണ്ട്. അവരുടെ പേരക്കുട്ടികളുടെ ഗുരുനാഥനും കൂടിയാണത്. മക്കളുടെയും ഗുരുനാഥനാണ്, പേരക്കുട്ടികളുടെയും ഗുരുനാഥനാണ്. ബഹുമാനപ്പെട്ട കൊട്ടുക്കര സഅദി ഉസ്താദ് മക്കളെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ഇൽമു പകർന്നു കൊടുത്തത് നിങ്ങളാണ്, പേരക്കുട്ടികൾക്കും ഇൽമു നിങ്ങൾ പകർന്നു കൊടുക്കണം എന്ന് ആത്മാർത്ഥമായി ശരീഅത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ മധുരം മക്കൾക്കും വേണം, പേരമക്കൾക്കും വേണം എന്ന ഷാഠ്യത്തിൻ്റെ പേരിൽ ആ പേരമക്കളിൽ ധാരാളം ആലിമീങ്ങളുണ്ട്. അല്ലാഹുവേ, ആ ഇൽമിൻ്റെ മധുരം അനുഭവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ റബ്ബേ. ശരീഅത്ത് വിജ്ഞാനത്തിലൂടെയാണ്, ധാർമ്മികമായ വിജ്ഞാനത്തിലൂടെയാണ് സമൂഹത്തിലുള്ള ഓരോരുത്തരോടുള്ള കടപ്പാട് ഈ പ്രപഞ്ചമാകമാനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മനുഷ്യൻ്റെ കടപ്പാട് വ്യക്തികൾക്ക് ബോധ്യപ്പെടുന്നത്. നമ്മുടെ മക്കളോട് ഭൗതിക സിദ്ധാന്തങ്ങൾ ഓരോന്നും ചോദിച്ചാൽ അവരൊഴുക്കോടുകൂടെ പറഞ്ഞു എന്ന് വരും. സൈന് തീറ്റ എന്താണ്, കോസ് തീറ്റ എന്താണ്, ടാന് തീറ്റ എന്താണെന്ന് മക്കളോട് ചോദിച്ചാൽ മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ബന്ധങ്ങളാണ് എന്നൊക്കെ മക്കൾ ഒഴുക്കോടുകൂടെ പറഞ്ഞു എന്ന് വരും. പൈത്തഗോറിന് സിദ്ധാന്തത്തിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ A² + B² = C² എന്നൊക്കെ മറുപടി പറഞ്ഞു എന്ന് വരും. അതുപോലെ സർ ഐസക് ന്യൂട്ടൻ്റെ 3 ചലന സിദ്ധാന്തങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർ നന്നായി മറുപടി പറയും. ഈ പ്രപഞ്ചത്തിൻ്റെ ആറ്റമിനെ കുറിച്ചും ആറ്റമിൻ്റെ ഉള്ളടക്കങ്ങളായ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതിൻ്റെ ഉള്ളടക്കങ്ങളായ കോർക്കുകൾ എല്ലാം നമ്മുടെ മക്കൾ ഒഴുക്കോടുകൂടെ പറയും. പക്ഷേ ആ ഭൗതികമായ പഠനത്തിലൂടെയോ കേവലമായ വിദ്യാഭ്യാസത്തിലൂടെയോ ആത്മീയതയുടെ സൗന്ദര്യം ലഭിക്കുകയില്ല, മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൻ്റെ പാഠം പഠിക്കുകയില്ല. ആ സയ്യിദ് അവറുകൾ എത്ര വലിയ മുവഫ്ഫഖായ വ്യക്തിത്വമാണ്. കാരണം ഇത്രയും മനോഹരമായ മജ്ലിസ് പൊന്നുപ്പാക്ക് വേണ്ടി മക്കളും പേരമക്കളും ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞാൽ ആ പൊന്നുപ്പ ഖബറിൽ സന്തോഷിക്കുന്നുണ്ടാകും. ആ സയ്യിദ് അവറുകൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ചും ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഖബറാളികളായ ആളുകൾ അറിയും.
അബൂ ദാവൂദ് ത്വയാലിസി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന അഅമാലക്കും തുറളു അലാ ഖാരിബിക്കും വലാ ഷാഇരിക്കും ഫീ ഖുബൂരിഹിം. പൊന്നുമ്മ, അവരുടെ പൊന്നുമ്മയും 14 വർഷം മുമ്പ് മരണപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പൊന്നുമ്മയുടെ ഹദറത്തിലേക്കും ഈ സദസ്സിൻ്റെ എല്ലാ സന്തോഷങ്ങളും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അബൂ ദാവൂദ് ത്വയാലിസി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന അമാലക്കും തുറദു അലാ ഖാരിബിക്കും വലാ ഷാഇരിക്കും ഫീ ഖുബൂരിഹിം ഫഇൻ കാന ഖൈറാ യസ്തബ്ശറൂ ബി വഇൻ കാന ഗൈറ ദാലിക ഖാലൂ അല്ലാഹുമ്മ അൽഹിംഹും അൻ യഅമലൂ ബിത്വാഅതിക. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും കൂട്ടുകുടുംബാംഗങ്ങളായ ഖബറാളികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും കൂട്ടുകുടുംബാംഗങ്ങളായ ഖബറാളികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കുന്നതാണ്. ഫൈൻ കാന ഖൈറാ ഇസ്തബ്ശറൂ ബി, ചെയ്യുന്നത് നന്മയാണെങ്കിൽ അവർ ആഹ്ലാദിക്കുന്നതാണ്. വൈൻ കാന ഗൈറ ദാലിക ഖാലൂ അല്ലാഹുമ്മ അൽഹിംഹും അൻ യഅമലൂ ബിത്വാഅതിക. ചെയ്യുന്നത് തിന്മയാണെങ്കിൽ ആ രംഗം, ആ ചിത്രം കണ്ടവർ അള്ളാഹുവോട് പറയും, അല്ലാ എൻ്റെ കുടുംബങ്ങൾക്കും എൻ്റെ മക്കൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും നന്മ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണേ റബ്ബേ എന്ന് ഖബറാളികളായ ആളുകൾ അള്ളാഹുവോട് ദയനീയമായി പറയുമെന്ന് അബൂ ദാവൂദ് ത്വയാലിസി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. അതുകൊണ്ട് ഈ മനോഹരമായ മജ്ലിസിൻ്റെ സൗന്ദര്യം അനുഭവിക്കുന്നുണ്ടാകും ആ അഭിവന്ദ്യ പിതാവ്, അവരുടെ ഉപ്പാപ്പമാരെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ദറജ പെരുപ്പിച്ചു കൊടുക്കട്ടെ, അവരുടെ എല്ലാം ദറജ പെരുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ധാർമ്മികമായ വിജ്ഞാനത്തിൻ്റെ മധുരം മക്കൾക്ക് നന്നായി പകർന്നു കൊടുത്തോളൂ. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിവന്ദ്യ പിതാവിൽ നിന്ന് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു അടർത്തിയെടുത്തൊരു വലിയ പാരമ്പര്യമുണ്ടായിരുന്നു, അഥവാ ഇൽമിനോടും ഇൽമിൻ്റെ അഹ്ലുകാരോടുമുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിവന്ദ്യ പിതാവ് ഖാജാ തങ്ങളുടെ 15ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ആ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു തൻ്റെ 111ാമത്തെ വയസ്സ് വരെ ലോകത്തിൻ്റെ ദിഗന്ധങ്ങളിലുള്ള, ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള ഏതെല്ലാം ഇൽമിൻ്റെ അഹ്ലുകാരുണ്ടോ, ഏതെല്ലാം പണ്ഡിതന്മാരുണ്ടോ അവരുമായിട്ടെല്ലാം അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചു. 15ാമത്തെ വയസ്സിൽ ഇബ്രാഹിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹുവിൻ്റെ പൊരുത്തം വാങ്ങി. പിന്നീട് നേരെ ചെല്ലുന്നത് അശ്ശൈഖ് ഹുസാമുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്കാണ്. ആ ആലിമിൻ്റെ പൊരുത്തവും വാങ്ങി. പിന്നീട് നേരെ ഇറാഖിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന അശ്ശൈഖ് ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ചെന്നു, അവരുടെ പൊരുത്തം വാങ്ങി. പിന്നീട് നേരെ ചെല്ലുന്നത് സിബ്ഖാനിലേക്കാണ്. നജ്മുദ്ദീൻ കുബ്ര റളിയല്ലാഹു അൻഹുവിൻ്റെ പൊരുത്തം വാങ്ങി. പിന്നീട് നേരെ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക്, അഥവാ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ മോസുലിലെ ജൂതി പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ചെന്ന് ജീലാനി റളിയല്ലാഹു അൻഹു കണ്ടു, പൊരുത്തം വാങ്ങി. പിന്നീട് നേരെ ചെല്ലുന്നത് ഇസ്ഫഹാനിലേക്കാണ്. അൽ ഇമാം ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പൊരുത്തം വാങ്ങി. തിബ്രീസിലേക്ക് കടന്നു വന്നു. അബൂ സഈദ് തിബ്രീസി റളിയല്ലാഹു അൻഹുവിൻ്റെ പൊരുത്തം വാങ്ങി. പിന്നീട് നേരെ മഹ്മന്ദയിലേക്ക് കടന്നു വന്നു. അൽ ഇമാം മഹ്മന്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ പൊരുത്തം വാങ്ങി. ഗസ്നീനിലേക്ക് കടന്നു വന്നു. അൽ ഇമാം ഗസ്നവി റളിയല്ലാഹു അൻഹുവിൻ്റെ പൊരുത്തം വാങ്ങി. ഇസ്തിർആബാദിലേക്ക് കടന്നു വന്നു. നാസിറുദ്ദീൻ ഇസ്തിർആബാദി റളിയല്ലാഹു അൻഹുവിൻ്റെ പൊരുത്തം വാങ്ങി. ഇങ്ങനെ ലോകത്തിൻ്റെ ദിഗന്ധങ്ങളിൽ അവിടെയും ഇവിടെയും താമസിച്ചിരുന്ന ഇൽമിൻ്റെ അഹ്ലുകാരെ കണ്ടുമുട്ടി. ഇൽമിൻ്റെ പൊരുത്തം, വിജ്ഞാനത്തിൻ്റെ പൊരുത്തം നുകർന്നു. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു കാരണം അവിടുത്തെ പിതാവ്
ഗിയാസുദ്ദീൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മാതാവ് മാഹിന്നൂർ റളിയല്ലാഹു അൻഹാ ഇൽമിനോടും ഇൽമിൻ്റെ അഹ്ലുകാരോടും മുതഅല്ലിമീങ്ങളോടും സ്വാലിഹീങ്ങളോടും വലിയ സ്നേഹമുള്ള പ്രകൃതമായിരുന്നു. അതാണ് ആ കുഞ്ഞ് കണ്ടത്, അതാണ് ആ കുഞ്ഞ് തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തത്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലെങ്കിലും മാതാപിതാക്കൾ 3 സന്ദർഭങ്ങളിൽ 3 സന്തോഷ മുഹൂർത്തങ്ങളിൽ വലിയ ശുക്ർ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോഴാണ് മാതാപിതാക്കൾ യഥാർത്ഥ മാതാപിതാക്കളായി തീരുന്നത്, യഥാർത്ഥ ഉമ്മയും ബാപ്പയുമായി തീരുന്നത്. ഹദീസിൽ വന്നത് കാണാം, മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി സലാസത്തു അശിയാ അൻ യുഹ്സിന ഇസ്മഹു ഇദാ വുലിദ വ അൻ യുഅല്ലിമഹുൽ കിതാബ ഇദാ ഖല വ അൻ യുസവ്വിജഹു ഇദാ ദറക. സദഖ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബുൽ ലൈസി സമർഖന്ദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിവായത്ത് ചെയ്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഒരു ചരിത്രവും രേഖപ്പെടുത്തിയത് കാണാം. ഹദീസിൻ്റെ ആശയം ഇതാണ്, മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി സലാസത്തു അശിയാ. അഥവാ ഒരു ഉമ്മ യഥാർത്ഥ ഉമ്മയായി തീരുന്നത്, ഒരു ബാപ്പ യഥാർത്ഥ ബാപ്പയായി തീരുന്നത് 3 സന്തോഷ സന്ദർഭങ്ങളിൽ ശുക്ർ രേഖപ്പെടുത്തുമ്പോഴാണ്. ഒന്നാമത്തേത് അൻയുഹ്സിന ഇസ്മഹു ഇദാ വുലിദ, മക്കൾ ജനിച്ചാൽ അതൊരു സന്തോഷ മുഹൂർത്തമാണ്. അള്ളാഹുവിനും റസൂലിനും പൊരുത്തമുള്ള പേര് തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്തണം. രണ്ടാമത്തേത് വ അൻ യുഅല്ലിമഹുൽ കിതാബ ഇദാ ഖല, കാര്യബോധം എത്തിത്തുടങ്ങിയാൽ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമെത്തിയാൽ നല്ല ഇൽമ്, യഥാർത്ഥ വിജ്ഞാനം, ഉപകാരപ്രദമായ വിജ്ഞാനം, ശരീഅത്തിൻ്റെ വിജ്ഞാനം, സ്നേഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ ഇൽമു തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. വ അൻ യുസവ്വിജഹു ഇദാ ദറക, ആ മക്കൾക്ക് പക്വതയെത്തിയാൽ അഥവാ വിവാഹപ്രായമെത്തിയാൽ, മക്കളുടെ വിവാഹ സന്ദർഭം മാതാപിതാക്കൾ വളരെ കൂടുതൽ സന്തോഷിക്കുന്ന സമയമാണ്. ആ സമയത്ത് നല്ല ഇണകളെ സെലക്ട് ചെയ്ത് കൊടുക്കണം. കുട്ടിക്ക് കാര്യബോധം എത്തുന്ന സമയം അഥവാ മദ്രസയിൽ ചേർക്കുന്ന സമയം മാതാപിതാക്കൾ സന്തോഷിക്കുന്ന സമയമാണ്. ആ സമയത്ത് നല്ല ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾ ജനിച്ചാലുള്ള സമയം, ആ സമയത്ത് നല്ല പേര് നിർദ്ദേശിച്ചുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്താനുള്ള വിശാലമായ മനസ്സ് വേണം. അല്ലാഹുവേ ഹഖ് നിർവഹിച്ച മാതാപിതാക്കളായി ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പിതാവ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എൻ്റെ മോൻ എന്നെ തല്ലുന്നു, എൻ്റെ മോൻ എന്നോട് പരുഷമായി പെരുമാറുന്നു, എൻ്റെ മകൻ എന്നെ പീഡിപ്പിക്കുന്നു എന്നൊരു പിതാവ് കണ്ണുനീർ പൊടിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അരികിലേക്ക് വരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ മുഖം ചുമന്നു. കാരണം സമാധാനത്തിൻ്റെ, പീസിൻ്റെ, സമാധാനപൂർണമായ ഭരണാധികാരത്തിൻ്റെ ഉടമയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാക്ക് കേട്ടപ്പോൾ ഗൗരവത്തോടുകൂടെ, ഉമറിൻ്റെ ഭരണകാലത്ത് ബാപ്പയടിക്കുന്ന മകനോ, ബാപ്പയോട് ക്രൂരമായി പെരുമാറുന്ന മകനോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ ആ ദർബാറിലേക്ക് വിളിപ്പിച്ചു. ആ മകനോട് ചോദിച്ചു, സ്വന്തം ഉപ്പയോടുള്ള ബാധ്യതകൾ, സ്വന്തം ഉപ്പയോടുള്ള ഹക്കുകൾ, സ്വന്തം ഉപ്പയോടുള്ള മര്യാദ നിനക്കറിയില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ മകനോട് ചോദിച്ചപ്പോൾ ആ മകൻ തിരിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മാതാപിതാക്കളോട് മക്കൾക്ക് വലിയ കടപ്പാടുണ്ട്, മാതാപിതാക്കളോട് മക്കൾക്ക് വലിയ ഹക്കുകളുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മാതാപിതാക്കൾക്ക് മക്കളോടൊരു കടമയുമില്ലേ, ഹക്കുമില്ലേ? ഈ മാതാപിതാക്കൾക്ക് മക്കളോട് ഒരു ഹക്കുമില്ലേ, കടമയുമില്ല? അതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുന്നു. മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി സലാസത്തു അശിയാ അൻ യുഹ്സിന ഇസ്മഹു ഇദാ വുലിദ വ അൻ യുഅല്ലിമഹുൽ കിതാബ ഇദാ ഖല വ അൻ യുസവ്വിജഹു ഇദാ ദറക. നല്ല പേരിട്ട് കൊടുക്കണം, നല്ല ഇൽമ പകർന്നു കൊടുക്കണം,
നല്ല ഇണയെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അല്ലാഹുവേ ഹക്ക് നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഇത് കേട്ടിട്ട് ആ മോന് കണ്ണുനീരോടുകൂടെ പറഞ്ഞു, എങ്കിൽ എൻ്റെ ബാപ്പ ഈ 3 ഹക്കുകളും നിർവഹിച്ചിട്ടില്ല. എനിക്കെൻ്റെ ബാപ്പ ഇട്ട പേര് സ്വഖർ എന്നാണ്, പ്രാപ്പിടിയൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ മോശപ്പെട്ട ഒരു പേരാണ് എനിക്കെൻ്റെ ബാപ്പ ഇട്ടു തന്നത്. അതുപോലെ വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരക്ഷരം പോലും എൻ്റെ ബാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ദുസ്വഭാവിയായൊരു ഇണയാണ് എനിക്ക് വേണ്ടി ബാപ്പ സെലക്ട് ചെയ്ത് തന്നത്. നിങ്ങളാ പറഞ്ഞ 3 കാര്യങ്ങളും എൻ്റെ ബാപ്പ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, എൻ്റെ ബാപ്പ ജീവിതത്തിൽ നിർവഹിച്ചിട്ടില്ല. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ബാപ്പാൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നൊരു വാക്കുണ്ട്, സ്വന്തം മക്കളോട് ചെയ്യേണ്ട കടമകളും ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാതെ മക്കൾ അങ്ങനെയായി ഇങ്ങനെയായി എന്ന പരാതിയുമായി വന്നിരിക്കുകയാണല്ലേ, ദയവ് ചെയ്ത് കടന്നു പോവണം എൻ്റെ മുന്നിൽ നിന്ന് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സഗൗരവം ശാസിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഗതികേടിൽ നിന്ന് നമുക്കെല്ലാവർക്കും കാവല് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ, നമ്മളിൽ നിന്ന് മക്കൾ ധാരാളം നന്മയുടെ സുഹൃതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കണം. ഒരു സമൂഹത്തിൻ്റെ ഫാക്ടറിയാണ് കുടുംബം, ഒരു സമൂഹത്തിൻ്റെ ഫാക്ടറിയാണ് മാതാപിതാക്കൾ. ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, ഇന്നല്ലാഹ യുസ്ലിഹു ബിസ്വലാഹി റജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി വഖലദ വയറതിഹി വഖലദ വയറാത്തിൻ ഹൗല ഫലാ യസാലൂന ഫീ ഹിഫ്ളില്ലാഹി മാദാമ ഫീഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾപ്പിക്കുന്നു, ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും സുഹൃതം കൊണ്ട് അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ എല്ലാവരും നന്മയുടെ പ്രണേതാക്കളായി നന്മയുടെ പ്രചാരകരായി തീരുന്നു. അതുകൊണ്ട് നന്മയുടെ വടവൃക്ഷങ്ങളായി മാറാൻ നമുക്ക് കഴിയണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിവന്ദ്യ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു, ആ ചരിത്രം ഇവിടെ നന്നായി പറയണം. കാരണം അഹ്ലുബൈത്തിന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ, അഹ്ലുബൈത്തിന്റെ ജീവിത പാരമ്പര്യം എടുത്തു നോക്കുമ്പോൾ, ആ നന്മയുടെ സുഹൃതം മക്കൾക്ക് നന്നായി പകർന്നു കൊടുത്ത ഒരുപാട് അനുഭവങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ അമ്മാവനായ ഹിന്ദ് ഇബ്നു അബീ ഹാല റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നു. ഹിന്ദ് ഇബ്നു അബീ ഹാല റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരർത്ഥത്തിലുള്ള രക്ഷകർത്താവാണ്, അമ്മാവനാണ്, രക്ഷകർത്താവാണ്. ആ രക്ഷകർത്താവിൻ്റെ മുന്നിലിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, സഅൽതു ഖാലി ഹിന്ദ് ഇബ്നു അബീ ഹാല വകാന വസ്വാഫൻ അൻ ഹില്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഷ്തഹി. ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ അമ്മാവനായ രക്ഷകർത്താവിനരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് ലോകത്തിൻ്റെ നേതാവ് കണ്ടിൻ്റെ കുളിർമ, ജീവാർപ്പണത്തിൻ്റെ കേന്ദ്രം, ആത്മാർപ്പണത്തിൻ്റെ ബിന്ദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം നന്നായൊന്ന് പറഞ്ഞു തരണം, ആ സൗന്ദര്യം നന്നായൊന്ന് അവതരിപ്പിച്ചു തരണം. ഒരു ചെറിയൊരു പേരക്കുട്ടി സ്വഹാബി വര്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ കളിച്ചു വളർന്ന മോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യവും ആ കയ്യിൻ്റെ സൗന്ദര്യവും ആ ശരീരത്തിൻ്റെ നൈർമല്യവും എല്ലാം ഹസൻ റളിയല്ലാഹു അൻഹുവിന് നന്നായി അറിയാം. എന്നാലും അമ്മാവനായ ഹിന്ദ് ഇബ്നു അബീ ഹാല റളിയല്ലാഹു അൻഹുവിൻ്റെ ചുണ്ടിൽ നിന്ന് ആ നന്മയുടെ മധുരം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ ഹദീസ് അല്ലാമ തിർമിദി റളിയല്ലാഹു അൻഹു ശമാഇൽ തിർമിദി എന്ന കിതാബിൽ വളരെ നന്നായി കൈകാര്യം ചെയ്തത് കാണാം. ഹിന്ദ് ഇബ്നു അബീ ഹാല അമ്മാവനാണ്, രക്ഷകർത്താവാണ്. ആ മോനെ മുന്നിലിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. കാനൻ നബിയു
സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്മൻ മുഫഖമാ യതലഅലു വജ്ഹുഹു തലഅലു അൽ ഖമരി ലൈലത്തൽ ബദർ അത്വല മിനൽ മർബൂ അഖ്സറ മിനൽ മുശദ്ദബ് അളീമൽ ഹാമ റജില الشعر ഇനിം ഫറഖത് അഖീഖതുഹു ഫറഖാ വഇല്ലാ ഫലാ യുജാവിസു ശഅറുഹു ശഹ്മത ഉദനൈഹി ഇദാ ഹുവ വഫറാ അസ്ഹറുൽ ലൗൻ വാസിഉൽ ജബീൻ അസജുൽ ഹവാജിബ് സവാബിഗു ഫീ ഗൈരി ഖറൻ ബൈനഹുമാ ഇർഖുൻ യുദിറുൽ ഗളബ് അഖ്നൽ ഇർനീൻ ലഹു നൂറുൻ യഅലു യഹ്സബുഹു മൻ ലം യതഅമ്മൽ വശമ്മ കസ്സുല്ലിഹിയ സഹലുൽ ഖദ്ദൈനി ളലീഉൽ ഫമി മുഫല്ലജുൽ അസ്നാൻ ദഖീഖുൽ മസ്റുബ കഅന്ന ഉനുഖഹു ജീദു ദുംയത്തിൻ ഫീ സഫാഇൽ ഫില്ല മുഅ്തദിലുൽ ഖൽഖ് ബാദിനുൻ മുതമാസിക് സവാഉൽ ബത്നി വസ്സദ്ർ അരീലു സദ്ർ ബഈദു മാ ബൈനൽ മൻകിബൈനി ലഖ്മുൽ കറാദീസ് അൻവറുൽ മുതജരിദ് മൗസൂലു മാ ബൈനൽ ലബ്ബതി വസുറതി ബിശൈരിൻ യജ്രി കൽ ഖത്വി ആരിസദിയൈനി വൽ ബത്നി മിമ്മാ സിവാ ദാലിക അശ്അറു ദിറാഅൈനി വൽ മൻകിബൈനി വഅആലി സദ്ർ ത്വീലു സൻദൈനി ശസ്നുൽ കഫൈനി വൽ ഖദമൈൻ റഹബുർ റാഹ സായിലുൽ അത്റാഫ് ഖംസാനുൽ ഖമസൈൻ മസീഹുൽ ഖദമൈനി യംബു അൻഹുമൽ മാ ഇദാ സാല സാല തഖല്ലുഅ വയഖ്തു തകഫിയ വയംശി ഹൗന ദരിയുൽ മിഷിയ ഇദാ മശാ ഫകഅന്നമാ യൻഹത്തു മിൻ സബബ് വഇദാ ഇൽതഫത ജമീഅ ഖാഫിദു തർഫ് വനദറുഹു ഇലൽ അർളി യത്വലു മിൻ നദരി ഇല സമാ ജുല്ലു നദരിഹിൽ മുലാഹള വയസൂഖു അസ്ഹാബ വയബ്ദുറു മൻ ലഖിയ ബിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ സൗന്ദര്യം അവതരിപ്പിക്കുന്നത്, അത്യുന്നതമായ ചമൽക്കാരം അവതരിപ്പിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ നാഥനായ അമ്മാവനാണ്, രക്ഷകർത്താവാണ്. ആ കുഞ്ഞുമോനിങ്ങനെ കേട്ടു നിൽക്കുന്നു. ഈ രണ്ടുപേരും സ്വഹാബികളാണ്. രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി അനുഭവിക്കുകയും നന്നായി കാണുകയും നന്നായി അനുഭവിക്കുകയും ചെയ്ത മഹൽ വ്യക്തിത്വങ്ങളാണ്. എന്നിട്ടും സ്വന്തം അമ്മാവൻ്റെ ചുണ്ടിൽ നിന്ന് ദീർഘനേരം ഹസൻ എന്ന് പറയുന്ന കുഞ്ഞുമോൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൻ്റെ സൗന്ദര്യവും കാതിൻ്റെ സൗന്ദര്യവും ആ കവിളിൻ്റെ സൗന്ദര്യവും ആ കയ്യിൻ്റെ ചമൽക്കാരവും ആ നടത്തത്തിൻ്റെ ശൈലിയും ആ നോട്ടത്തിൻ്റെ ഗാംഭീര്യവും ആ വിരിമാറിൻ്റെ സൗന്ദര്യവുമെല്ലാം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ മക്കൾക്കോ പേരമക്കൾക്കോ ബന്ധുക്കൾക്കോ കൂട്ടുകുടുംബാംഗങ്ങൾക്കോ അവരെ ഒരുമിച്ചിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, ധാർമ്മികമായ വിജ്ഞാനത്തെ സംബന്ധിച്ച്, ഹൃദയത്തിൽ ഈമാന് കൂട്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടോ? ഹസൻ റളിയല്ലാഹു അൻഹുവിനും അവരുടെ അമ്മാവനായ ഹിന്ദു ബിൻ അബീ ഹാല റളിയല്ലാഹു അൻഹുവിനും ആ മനോഹരമായ അനുഭവങ്ങൾ പറയാൻ കഴിയുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കത് പ്രചോദനമാക്കണേ റബ്ബേ. നല്ല വടവൃക്ഷത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലങ്ങൾ ലോകത്ത് അത്ഭുതം കാണിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഹിജാസിൽ നിന്നൊരു ടീം വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ വേണ്ടി ഒരു ചെറിയ കുട്ടിയെ മുന്നോട്ടേക്ക് തള്ളി. ആ ചെറിയ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹ്ലൻ യാ ഗുലാം ലിയതകല്ലം മൻ ഹുവ സന്നു മിൻക. സംസാരം നിർത്തുമോനെ, നിന്നേക്കാളും പ്രായമുള്ള എത്രയോ ആളുകൾ നിന്റെ കൂടെയില്ലേ? അവരല്ലേ സംസാരിക്കേണ്ടത്? അവരല്ലേ സംസാരിക്കേണ്ടത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദബ് പഠിപ്പിക്കുക, സംസ്കാരം പഠിപ്പിക്കുക എന്ന നിലക്ക് ആ മോനോട് പറഞ്ഞു. ചെറിയ മോനാണ്,
9 അല്ലെങ്കിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള മോനാണ്. ആ മോന് തിരിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മഹ്ലൻ യ അമീറൽ മുഅ്മിനീൻ ലൗ കാനൽ ഇഅ്തിബാറു ബിസിൻ ലകാന ഫീ ഹാദിഹിൽ ഉമ്മ അസന്നു മിൻക ഫഇന്നഹു ഔലാ ബിൽ കലാം വത്തകല്ലുമി വത്തലഫുൽ. അഥവാ ഈ സമുദായത്തിൽ നിങ്ങളെക്കാളും പ്രായമുള്ള എത്രയോ ആളുകളുണ്ടല്ലോ, അവരല്ലേ അധികാരദണ്ഡ് വഹിക്കേണ്ടത്, അവരല്ലേ അധികാര ചെങ്കോല് വഹിക്കേണ്ടത്. നിങ്ങളെക്കാളും പ്രായമുള്ള എത്രയോ ആളുകളുണ്ടായിട്ടും എന്തിനാണ് ഈ സ്ഥാനത്ത് നിങ്ങളിരിക്കുന്നത്? പ്രായമാണ് മാനദണ്ഡമായി നിൽക്കുന്നതെങ്കിൽ നിങ്ങളെക്കാളും പ്രായമുള്ള എത്രയോ ആളുകൾ ഇവിടെയുണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉത്തരം മുട്ടി. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുഞ്ഞുമോനോട് പറഞ്ഞു, മോനെ, നീ നല്ല മോനാണ്, നിന്നിൽ നല്ല ഔഷധമുണ്ട്, അതുകൊണ്ട് നല്ല ഉപദേശം വേണം. Can you advise me good advice? നിന്നിൽ നല്ല വിജ്ഞാനത്തിൻ്റെ ഔഷധമുണ്ട്, മെഡിസിൻ ഉണ്ടെന്ന് മനസ്സിലായി, അതുകൊണ്ട് നല്ല ഉപദേശം വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 50-ലധികം വയസ്സുള്ളയാളാണ്. 9 അല്ലെങ്കിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമോനോട് ഇൽമ ആവശ്യപ്പെടുന്നു. ഈ കഥയുടെ അവസാന ഭാഗത്താണ് ക്ലൈമാക്സ്. ആ കുഞ്ഞുമോൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നല്ല ഇൽമ പകർന്നു കൊടുക്കുന്നു. ഇന്നമൽ മർഉ ബിഅസ്ഗറൈഹി ബിലിസാനിഹി വഅഖ്ലിഹി ഫൈദാ മനഹല്ലാഹുൽ അബ്ദ ഖൽബൻ ഹാഫിളാ വലിസാനൻ ലാഫിളാ ഫഖദ് ഇസ്തജാദ ലഹുൽ ഹില്യാ. ഒരു മനുഷ്യനായി പരിഗണിക്കപ്പെടുന്നത് രണ്ട് ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ്. അഥവാ ഇൽമ സൂക്ഷിച്ചു വെക്കുന്ന മനസ്സുകൊണ്ടും ഇൽമ പ്രതിപാദിക്കുന്ന നാക്കുകൊണ്ടും. ഇന്നമൽ മർഉ ബിഅസ്ഗറൈഹി ബിലിസാനിഹി വഅഖ്ലിഹി ഫൈദാ മനഹല്ലാഹുൽ അബ്ദ ഖൽബൻ ഹാഫിളാ വലിസാനൻ ലാഫിളാ ഫഖദ് ഇസ്തജാദ ലഹുൽ ഹില്യാ. ഒരു വ്യക്തിയായി പരിഗണിക്കപ്പെടുന്നത്, ഒരു മനുഷ്യനായി പരിഗണിക്കപ്പെടുന്നത് രണ്ട് ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്ന് ഇൽമ സൂക്ഷിച്ചു വെക്കുന്ന മനസ്സുകൊണ്ട്, മറ്റൊന്ന് ഇൽമ പ്രതിപാദിക്കുന്ന നാക്കുകൊണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ ബോധി തീർന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മോനോട് വീണ്ടും ആവശ്യപ്പെട്ടു, മോനെ, ഇനിയും ഉപദേശം വേണം. നീ എന്ന കുഞ്ഞു മോനിൽ വിജ്ഞാനത്തിൻ്റെ ഔഷധം ഇനിയും ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇനിയും വേണം എനിക്ക്. ആ ചെറിയ കുട്ടി വീണ്ടും പറയാൻ തുടങ്ങി, ഇന്ന ഉനാസൻ ഖദ് ഗറഹും ഹിൽമുല്ലാഹി അൻഹും വതൂലു അമലിഹിം വഹുസ്നു സനാഇൻ നാസി അലൈഹിം ഫലാ യഗുറന്നക ഹിൽമുല്ലാഹി അൻക വതൂലു അമലിക വഹുസ്നു സനാഇൻ നാസി അലൈക ഫതസില്ല ഖദമുക. ആ ചെറിയ കുട്ടി ഇങ്ങനെ ഉപദേശിച്ച് ഇങ്ങനെ പോകുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുത പരതന്ത്രനായി വിസ്മയത്തോട് ആശ്ചര്യത്തോടുകൂടി ആരോടോ ചോദിച്ചു, ഏതാണ് ആ കുട്ടി? ഏത് കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്? ആ കുട്ടിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. ആരോ പറഞ്ഞു 9 അല്ലെങ്കിൽ 10 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. എന്നിട്ട് വിശദീകരണം കൊടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട കുഞ്ഞുമോനാണത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട കുഞ്ഞുമോനാണത്. ഇത് കേട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ആ വൃക്ഷത്തിൽ നിന്ന് അത്തരമൊരു ഫലം ഉത്ഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മാതാപിതാക്കളാകുന്ന, രക്ഷിതാക്കളാകുന്ന, രക്ഷകർത്താക്കളാകുന്ന വടവൃക്ഷത്തിൽ നിന്ന് സുഹൃതമുള്ള വടവൃക്ഷമാണെങ്കിൽ നന്മയുടെ ഫലങ്ങൾ ലോകത്തിന് അനുഭവിക്കാൻ കഴിയും. അല്ലാഹുവേ, ഈ സദസ്സ് അല്ലാ ഞങ്ങൾക്ക് ഉന്മേഷത്തിൻ്റെ സദസ്സാക്കണേ അല്ലാ. മക്കൾക്ക് നന്മയുടെ വാക്കുകൾ പറഞ്ഞു കൊടുക്കാനുള്ള ഊർജം ലഭിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ സ്വീകരിക്കണേ റബ്ബേ.